രാജ്യത്തിന്റെ ഡിസൈൻ ഹബ്ബാകാൻ കൊച്ചി നഗരത്തിന് സാധ്യതകൾ ഏറെയുണ്ടെന്ന് വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് ഗാർവെ കൊച്ചിയിലെ ഇൻസൈറ്റ് സെന്റർ ഫോർ ഡിസൈൻ ടെക്നോളജി ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഡിസൈൻ ഹബ്ബാകാൻ കൊച്ചിക്ക് ഏറെ സാധ്യതയുണ്ടെന്ന് വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ അഥവാ WDO പ്രസിഡന്റ് ഡോക്ടർ തോമസ് ഗാർവെ പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളം സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞ ഡോക്ടർ ഗാർവെ കേരളത്തിലെ ഡിസൈൻ മേഖലയിലെ വിദ്യാർത്ഥികളും പ്രൊഫഷണലുമായി നടത്തിയ ആശയവിനിമയം ഏറെ ആവേശജനകമായിരുന്നുവെന്ന് പറഞ്ഞു. മികച്ച ആശയങ്ങളും വിജ്ഞാനോദയകമായ സംവിധാനങ്ങളും ഇവിടുത്തെ ഡിസൈൻ മേഖലയ്ക്കുണ്ട്. ഇന്റർനെറ്റ് പോലുള്ള സംവിധാനം വഴി വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഡിസൈൻ സമൂഹത്തിനും വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷന്റെ എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. Well, Kerala is very famous for its culture. I mean, as part of the heritage of India, it's famous for many things. But one is its history and arts and culture. We can call that heritage. But the question is, how are you projecting that heritage into the future? I don't think it's enough to have it be in the past and the present. How are you modernizing? How is that unique heritage from Kerala, for example, being projected into the future? That's part of the World Design Capital Program. You know, diversity, we can look at diversity as, well, there's two ways of two words that are related. One is complexity and one is chaos. And one sounds positive, one sounds negative. The fact is they're the same. And through complexity and through chaos, we usually realize better patterns. So I would say, you know, India is a very complex place. And the complexity could be an asset. It could be a resource. It means with complexity you understand how the systems think. വൻകിട നഗരങ്ങളെ അപേക്ഷിച്ച് ഡിസൈൻ പ്രതിഭ കൊച്ചിയിൽ ധാരാളമുണ്ടെന്നും ഇത് ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്തിന്റെ ഡിസൈൻ ഹബ്ബായി കൊച്ചി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ആഗോള ക്രിയേറ്റീവ് കമ്പനികൾക്ക് നിക്ഷേപം നടത്താനും പ്രവർത്തനം വ്യാപിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാഗരിക ഡിസൈനിന്റെ വിഷയത്തിൽ കുറെ കൂടി ഗൗരവമായ സമീപനം രാജ്യത്തെ നഗരഭരണകർത്താക്കൾ കാണിക്കേണ്ടതുണ്ട്. എല്ലാ നഗരങ്ങൾക്കും ചീഫ് ഡിസൈൻ ഓഫീസർമാർ വേണം. ഓരോ ചെറിയ നിർമ്മാണ പ്രവൃത്തി പോലും ഡിസൈൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. പൈതൃക സ്വത്തുക്കളെ മികച്ച രീതിയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വിവിധ ഡിസൈൻ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡിസൈൻ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപകർ, പ്രൊഫഷണൽ ഡിസൈനർമാർ, മേക്കർ വില്ലേജിലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ ഡോക്ടർ തോമസ് ഗാർവെയുമായി സംവദിച്ചു. ഇൻസൈറ്റ് സെന്റർ ഫോർ ഡിസൈൻ ടെക്നോളജി ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് ചെയർമാൻ രാഹുൽ ആർ, കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രിൻസിപ്പൽ മനോജ് കിണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.